الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، سورة القلم نون والقلم وما يسطرون എന്ന് തുടങ്ങുന്ന സൂറത്തിൻ്റെ തഫ്സീറാണ് എന്ന് നമ്മൾ തുടങ്ങുന്നത് ഇൻഷാ അല്ലാഹ്. ഈ സൂറത്ത് മക്കിയത്തായ സൂറത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിലൊന്നാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ആരംഭിച്ചിട്ടുള്ളത് നൂൻ എന്ന ഹർഫ് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ തുടക്കത്തിൽ ആദ്യമുള്ള സൂറത്തുകളിൽ ഒരുപാട് നമുക്കിത് കാണാം. അലിഫ് ലാം മീം, അലിഫ് ലാം മീം സാദ്, സാദ് ഖാഫ് കാഫ് ഹാ യാ ഐൻ സാദ് എന്ന് തുടങ്ങി പല സൂറത്തുകളും അള്ളാഹു ഇങ്ങനെ ചില ഹർഫുകൾ കൊണ്ട് ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. 14 അക്ഷരങ്ങളാണ് ഇങ്ങനെ ആകെ വന്നിട്ടുള്ളത്. 14 അക്ഷരങ്ങൾ. അലിഫ് ലാം മീം, നൂൻ, സാദ്, ഹാ, കാഫ്, യാ, ഖാഫ്, ത്വാ, ഐൻ, ഹാ, സീൻ, റാ. ഇങ്ങനെ 14 അക്ഷരങ്ങൾ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം തുടക്കത്തിൽ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഈ 14 അക്ഷരങ്ങൾ പഠിക്കാൻ, ഇങ്ങനെയുള്ളത് പഠിക്കാൻ ചില എളുപ്പമാർഗങ്ങളുണ്ട്. നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിറുൻ എന്നൊരു ജുംല പഠിച്ചു വെച്ചാൽ, നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിറുൻ. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇതിന് ചേർന്ന അർത്ഥമാണ്. അതായത് നസ്സുൻ, നസ്സ് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ്, ഒരു ഭാഗം, ഒരു എഴുതിയ ഭാഗം. ഹക്കീമുൻ, അതിൽ ഹിക്മത്തുണ്ട്. ഖാതിഉൻ, ഖാതി എന്ന് പറഞ്ഞാൽ ഖണ്ഡിതമായതാണത്, ഖണ്ഡിതമായത്. ലഹു, അതിനുണ്ട് സിറുൻ, എന്തോ ഒരു രഹസ്യം. ആ ജുംല പഠിച്ചാൽ ഈ 14 അക്ഷരങ്ങൾ കിട്ടും. നസ്സുൻ ഹക്കീമുൻ ഖാതിഉൻ ലഹു സിറുൻ. അത് ചിലത് പഠിക്കാനുള്ള ചില എളുപ്പമാർഗങ്ങളാണ്. അതിൽപ്പെട്ടതാണ് ചില പണ്ഡിതന്മാർ പറയാറുണ്ട്. ഇപ്പോൾ ദുൽഹിജ്ജ 10 ഹജ്ജിൻ്റെ പല കർമ്മങ്ങളും ദുൽഹിജ്ജ 10 ഹജ്ജിൽ ഏറ്റവും കൂടുതൽ കർമ്മങ്ങളുള്ളത് ദുൽഹിജ്ജ 10 യൗമുൻ നഹർ. അപ്പം അന്ന് ജംറയിൽ കല്ലെറിയലുണ്ട്, അറവുണ്ട്, മുടി എടുക്കലുണ്ട്, തവാഫുണ്ട്. ഇതിൻ്റെ തവാഫും സഅയുണ്ട്. ഇതിൻ്റെ തർത്തീബ് പലപ്പോഴും ചിലതങ്ങനെയാണ്. നമ്മൾ എത്ര പഠിച്ചാലും തർത്തീബ് തെറ്റിപ്പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ തർത്തീബ് യഥാർത്ഥത്തിൽ അത് തർത്തീബ് ഒരാൾ മാറിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. അന്നത്തെ കർമ്മങ്ങൾ
അങ്ങോട്ടും ഇങ്ങോട്ടും കർമ്മങ്ങൾ തർത്തീബ് മാറിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് ചോദിച്ചു, നബിയെ ഞാൻ പിന്നെ ഹലഖ്തു ഖബല അൻ അർമി, ജംറയിൽ എറിയുന്നതിന് മുമ്പ് ഞാൻ മുടിയെടുത്തു പോയി. ലാ ഹറജ്, കുഴപ്പമില്ല. ചില ആളുകൾ വേറെ ചിലത് ചോദിച്ചു. അപ്പോൾ എല്ലാത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയ ഏത് അമലിനും റസൂലുള്ളാഹി ലാ ഹറജ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും അതിനൊരു തർത്തീബുണ്ട്. ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം. ഈ തർത്തീബ് മാറിപ്പോവും. യഥാർത്ഥത്തിൽ അതിൻ്റെ തർത്തീബ് റമി, ആദ്യം ഏറാണ്, ജംറയിൽ കല്ലെറിയ, പിന്നെ നഹർ അറുക്കലാണ്, പിന്നെ ഹൽഖ് മുടിയെടുക്കലാണ്, പിന്നെ തവാഫും സഅയും. അപ്പോൾ അലമാക്കൾ പറയും ഈ തർത്തീബ് പഠിക്കാൻ റൻഹത്ത് എന്ന് പഠിച്ചു വെച്ചാൽ റൻഹത്ത് റമി, അതായത് ഏറ്, നഹർ അറവ്, ഹൽഖ് മുടിയെടുക്കുക, തവാഫ് സഅയ് എന്നതുപോലെ. അപ്പം ഈ 14 അക്ഷരങ്ങളാണ് ഇങ്ങനെ ഖുർആനിൻ്റെ ചില സൂറത്തുകളുടെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല, അള്ളാഹുവിനാണ് അറിയുക. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ലാഹിറായി മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ തഫ്സീറിൻ്റെ ആവശ്യമില്ലാതെ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ. അതിൽപ്പെട്ടതാണ് ഇപ്പം എത്ര അക്ഷരമുണ്ട് അത് നോക്കാൻ ഒരാൾക്ക് എണ്ണി നോക്കിയാൽ മതിയല്ലോ. അത് തഫ്സീർ പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഒരാൾക്ക് മനസ്സിലാവും എത്ര അക്ഷരങ്ങളുണ്ട് ഇങ്ങനെ വന്നത്. അതുകൊണ്ടാണ് 14 വന്നിട്ടുള്ളത്. 14 എന്നാൽ അറബിയിലുള്ള ആകെ അക്ഷരങ്ങളുടെ നേരെ പകുതിയാണ്. 28 അക്ഷരങ്ങളാണുള്ളത്, എൻ്റെ നേരെ പകുതിയാണ് 14. മാത്രമല്ല ഹുറൂഫുകൾ പല ഇനങ്ങളായി ഭാഷയിൽ തിരിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്തിഅലാഇന്റെ ഹർഫുകൾ എന്നാൽ നാവ് ഉയർത്തി പറയേണ്ട ഹർഫുകളുണ്ട്. ഖോ പോലെയുള്ള ഹർഫുകൾ, ഖാ എന്ന് പറഞ്ഞാൽ ഖോ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഖോ ഖാനൽ ഖോ എന്നതുപോലെ ഖലഖ. അപ്പോൾ എന്നതുപോലെ ഇസ്തിഅലാഇന്റെ ഹർഫുകളുണ്ട്. അതുപോലെ ഖൽഖലയുടെ ഹർഫുകൾ, ഖൽഖല എന്ന് പറഞ്ഞാൽ അത് ഇതേപോലെ 5 അക്ഷരങ്ങളാണ്. ഖാഫ് താ ജീം, ഖാഫ് താ ബാ ജീം ദാൽ. എളുപ്പത്തിൽ പഠിക്കാം. ഖുതുബുജ്ജദ് എന്ന് പഠിച്ചാൽ ഈ 5 അക്ഷരങ്ങൾ കിട്ടും. ഖാഫ് താ ബാ ജീം ദാൽ. 5 ഹർഫുകളുടെ പ്രത്യേകത, ഖുർആനിൽ ഇത് സുകൂൻ ചെയ്ത് വന്നാലും ഹർക്കത്തുള്ളതുപോലെ വായിക്കണം. ഉദാഹരണം, ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. ഖലഖ്തനി എന്നോതരുത്, ഖലഖ്തനി എന്നതാണ്. ഖാഫ് സുക്കൂനാണെങ്കിലും ഹർക്കത്തുള്ളതുപോലെ കേൾക്കണം. അതുപോലെയാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഓതിയാൽ പോരാ, ദാൽ കേൾക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. കാരണം അത് ഈ ഖുതുബുജ്ജത്തിൽപ്പെട്ട അക്ഷരങ്ങളിൽ ഒന്നാണ്. അടുത്ത സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. അവസാനത്തത് കേൾക്കണം. സുക്കൂനാണ് അവിടെ നമ്മൾ ഉച്ചരിക്കുന്നത്, എങ്കിലും അത് കേൾക്കണം. അത് ഖുതുബുജ്ജത്തിൽപ്പെട്ട ഹർഫുകളാണ്. ഖുർആൻ ഓതുമ്പോൾ പാലിക്കേണ്ട നിയമമാണ്. അല്ലാത്ത ഒരു അറബി കടലാസ് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കണം എന്നല്ല. ഹദീസുകൾ പോലും ഇങ്ങനെ തജ്വീദിന്റെ നിയമങ്ങൾ പാലിക്കണമെന്നില്ല. പക്ഷേ മഖ്റജ് ശരിയായിരിക്കണം. മഖ്റജ് തജ്വീദിൽ ഒന്നാമത്തെ പാടെന്താ? മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങൾ എവിടെ നിന്ന് വരണം, അതാണ് തജ്വീദിൽ ഒന്നാമത്തെ പാഠം. അതാണ് തജ്വീദ്. അത് ശരിയാകാതെ ബാക്കി പിന്നെ വേറെ പല ഇദ്ഗാമും ഇഖ്ഫാഉം പോലെയുള്ള പല നിയമങ്ങൾ, മണിക്കുക, അങ്ങനെയൊക്കെയുള്ളത് മദ്രസയിലൊക്കെ പഠിച്ചത് ഓർമ്മ ഉണ്ടാവല്ലോ. അപ്പം അത് ശ്രദ്ധിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മഖ്റജുകളാണ്. അക്ഷരം എവിടുന്നാണോ വരേണ്ടത് അവിടുന്ന് തന്നെ വരണം, അല്ലെങ്കിൽ അർത്ഥം മാറിപ്പോകും. അപ്പം ഇങ്ങനെ ഖൽഖലയുടെ ഹർഫുകളുണ്ട്, ഇസ്തിഅലാഇന്റെ ഹർഫുകളുണ്ട്. അങ്ങനെ അക്ഷരങ്ങൾ പല ഇനങ്ങളായി തിരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഇനത്തിൽപ്പെട്ട അക്ഷരങ്ങളും, അത് മുഴുവനുമല്ലെങ്കിലും ഏത് ഗ്രൂപ്പാക്കി അക്ഷരങ്ങൾ തിരിച്ചാലും എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഒരു പ്രതിനിധിയെ നമുക്ക് ഈ ഹർഫുകളിൽ കാണാം. ഏതിൽ? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇതുപോലെയുള്ള ആയത്തുകളിൽ. അതുപോലെ മിക്ക സൂറത്തുകളിലും, ഏതാണ്ട് എല്ലാ സൂറത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള അക്ഷരങ്ങൾ പറഞ്ഞാൽ ഉടനെ
ഖുർആനിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഈ അജാസ്, ഖുർആനിന്റെ അജാസ്, ഇത് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ് എന്ന കാര്യമാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതിനൊരു സൂചനയുണ്ട്. എന്താണത്? അള്ളാഹു ഒരു ഹർഫ് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ ഹാമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം. ഇങ്ങനെ ഖുർആനിനെ കുറിച്ച്, ഖുർആൻ അവതരിച്ചതിനെ കുറിച്ച് ഏകദേശം എല്ലാ ഇതുപോലുള്ള ഹർഫുകൾക്ക് പിന്നാലെയുള്ള തൊട്ടുടനെയുള്ള ആയത്തിലും കാണാം. ഖാഫ് തൊട്ടടുത്ത ആയത്തുണ്ട്, വൽ ഖുർആനിൽ മജീദ് അല്ലേ? ഏകദേശം എല്ലാ സൂറത്തുകളിലും ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ അതിന്റെ സൂചനകൾ കാണാം. പണ്ഡിതന്മാർ പറഞ്ഞു അതിൽ ഒരു സൂചനയുണ്ട്. അതായത് നോക്കൂ, ഇതാണ് ഹർഫുകൾ അലിഫ് ലാം മീം, വെറും അക്ഷരങ്ങളാണ്. ഖുർആൻ മുഴുവൻ എന്തേ ഉള്ളൂ? ഈ 28 അക്ഷരം അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഹർഫുകൾ മാത്രം, അക്ഷരങ്ങൾ മാത്രം. എന്നാൽ ഇത് റബ്ബിങ്കിൽ നിന്ന് അവതരിച്ചതാണ്. നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ അക്ഷരങ്ങൾ കൊണ്ട് ഇതുപോലത്തെ ഒരു ഖുർആൻ കൊണ്ടുപോവാ സാധിക്കില്ല. ഖുർആൻ അതേ ഉള്ളൂ, ഈ ഹർഫുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് റബ്ബ് അവതരിപ്പിച്ചതാണ്, റബ്ബിന്റെ കലാമാണ്. ആര് വിചാരിച്ചാലും ശരി ഇതുപോലൊന്ന് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇതാരോടാണ് പറയുന്നത്? സുബ്ഹാനല്ലാഹ്, ഭാഷയിൽ വമ്പിച്ച കഴിവുണ്ടായിരുന്ന ആളുകളോടാണ്. എത്രത്തോളം അവരുടെ കഴിവ്, ഭാഷയുടെ കഴിവ് വമ്പിച്ച കഴിവാണ്. അതിന് ഉദാഹരണം കേട്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. അതിൽപ്പെട്ടതാണ് മുതറാദിഫുകൾ. മുതറാദിഫ് എന്ന് പറഞ്ഞാൽ പര്യായ പദങ്ങളുണ്ടല്ലോ. പര്യായ പദങ്ങൾ എന്താണ്? ഒരേ അർത്ഥം ഉള്ള വാക്കുകൾ. ഉദാഹരണത്തിന് ആകാശം, അതിന് ആകാശം എന്ന് പറയും, മാനം എന്ന് പറയും മലയാളത്തിൽ. രണ്ടും മുതറാദിഫാണ്, പര്യായ പദങ്ങളാണ്. ഒരാൾ എന്ന് പറയും, മനുഷ്യൻ എന്ന് പറയും. എന്നതുപോലെ ഉള്ള മുതറാദിഫുകളായ വാക്കുകൾ ഒരുപാടുള്ള ഒരു ഭാഷയാണ് അറബി. അതിൽ ചില അറാബികൾ മുമ്പ് ചെയ്യാറുണ്ടായിരുന്നത്രേ. അവരേതെങ്കിലും ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ ആ വാക്ക് അടുത്ത കൊല്ലം ഉപയോഗിക്കുള്ളൂ. ഒരു കൊല്ലത്തേക്ക് പിന്നെ എന്താണ് ഉപയോഗിക്കുക? മുതറാദിഫുകൾ, പര്യായ പദങ്ങൾ. ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇത്ര കഴിവുള്ള ആളുകളാണ് ഭാഷയിൽ. അതുപോലെ ഒരാളെ പറ്റി പറയപ്പെട്ടിട്ടുള്ളതാണ്, അയാൾക്ക് മൂപ്പരുടെ സംസാരത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. റാ ഉച്ചരിക്കാൻ കഴിയില്ല, റാ നന്നായി ഉച്ചരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരു കവിത എഴുതി, ഒരു നെടുനീളൻ കവിത, വലിയ കവിതയാണ്. എന്നാൽ ഈ ഹർഫില്ല, റാ ഇല്ല. എന്താ കാരണം? അദ്ദേഹത്തിന് ഉച്ചരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ആ ഹർഫ് വേണ്ടെന്ന് വെച്ചു. ഒരു പ്രയാസമില്ല വലിയ കവിത എഴുതാൻ. ഇങ്ങനെ ഭാഷയിൽ വമ്പിച്ച കഴിവുകൾ ഉണ്ടായിരുന്ന, അങ്ങേയറ്റം ഫസാഹത്ത് ഉണ്ടായിരുന്ന ആളുകൾ അവരായിരുന്ന അറബികൾ. അതുകൊണ്ടാണ് വലിയ വലിയ മത്സരങ്ങൾ ഈ വിഷയത്തിൽ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. ഉഖാൽ എന്ന് പറയുന്ന ചന്തയിലൊക്കെ അവർ വലിയ വലിയ മുശാഅറ, കവിതകൾ, അതിന്റെ മത്സരങ്ങൾ സംഘടിപ്പിക്കും. എന്നിട്ട് ആരാണോ വിജയിച്ചത് അവരുടെ കവിത സ്വർണം കൊണ്ട് എഴുതി കാബയിൽ തൂക്കിയിടാറുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രസിദ്ധമായ അൽ മുഅല്ലഖാത്ത് എന്നറിയപ്പെട്ട ജാഹിലിയത്തിലെ കവിതകൾ ഉണ്ടായത്. മുഅല്ലഖാത്ത് അസ്സബ് എന്ന് പറയാറുണ്ട്, 7 കവിതകൾ. മുഅല്ലഖാത്ത് കെട്ടിത്തൂക്കിയതെന്നാണ്. അതായത് കാബയിൽ ഇങ്ങനെ സ്വർണം കൊണ്ട് എഴുതി കെട്ടിത്തൂക്കാറുണ്ടായിരുന്നു. ഒമ്പിച്ച കവിതകൾ. ഇംറുൽ ഖൈസ് പോലെയുള്ള വലിയ വലിയ കവികൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പാരമ്പര്യം ഉണ്ടായിരുന്ന അറബികളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത്. ഇത് ഈ ഖുർആനിലെ ഒരു സൂറത്ത് പോലെയുള്ള ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുപോവാ. ഖുർആനിൽ വളരെ ചെറിയ സൂറത്തുണ്ട്, ഇന്ന അഅതൈനാകൽ കൗസർ സല്ലി റബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അതുപോലെ കൊണ്ടുവന്നാൽ തന്നെ അത് സൂറത്തായി. പക്ഷെ അവര് സാധിച്ചിട്ടില്ല. അവർ പലരും ശ്രമിച്ചു നോക്കി, പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരിക്കലും തോന്നും ഇത് ഒരിക്കലും ഖുർആന് പകരം വെക്കാനാവുകയില്ല, ഇത് ആളുകളുടെ മുന്നിൽ കാണിക്കാൻ കൊള്ളുകയില്ല എന്ന് അവർക്ക് തന്നെ തോന്നിയിരുന്നു. മുസൈലിമത്തുൽ കദ്ദാബ് എന്നു പേരുള്ള കള്ളപ്രവാചകൻ,
അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ വന്ന ആളാണ്. അപ്പോൾ അയാളുടെ ഒരു സംഭവം ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. അന്ന് അയാളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബിയായി വന്നു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഈ മുസൈലിമ ഒരു സൂറത്ത്, അവൻ്റെ ഒരു സൂറത്ത്, അവൻ്റെ ഖുർആൻ ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ സൂറത്ത് ദഫ്ദഅനെ കുറിച്ചാണ്. കേട്ടാൽ തന്നെ നമുക്ക് ചിരി വന്നു. ദഫ്ദഅ തവള, തവളയെ കുറിച്ച് ഒരു സൂറത്ത്. അവനിങ്ങനെ അത് ഓതി. എന്നിട്ട് ചോദിച്ചു, കേട്ടാലോട് ചോദിച്ചു എങ്ങനെയുണ്ട്. അപ്പോ ചിന്തിച്ചു നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പെങ്കിലും ഖുർആൻ വെച്ച് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എങ്ങനെയുണ്ട്? അതിന്റെ ആവശ്യമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ്. അപ്പൊ ഇവന്റെ ഖുർആൻ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പോ കേട്ട ഹനിയായി പറഞ്ഞു, നിനക്കറിയാലോ, നീ കള്ളനാണെന്ന് എനിക്കറിയാന്ന് എന്നങ്ങോട്ട് മറുപടി പറഞ്ഞതാണ്. അപ്പൊ നോക്കൂ, ഇതാണ് അള്ളാഹുവിന്റെ കിതാബിനെ വെല്ലുവിളിക്കാൻ വന്ന ആളുകളുടെ അവസ്ഥ. എന്നാൽ ഖുർആൻ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. വൽ ഖലമി, ഖലം തന്നെ സത്യം. വമാ യസ്തുറൂൻ, ആ ഖലം കൊണ്ട് എഴുതുന്നതെന്തോ, അവർ എഴുതിക്കൊണ്ടിരിക്കുന്നതെന്തോ അത് തന്നെ സത്യം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, ഖലം തന്നെ സത്യം. വമാ യസ്തുറൂൻ, അവർ എഴുതിക്കൊണ്ടിരിക്കുന്നതെന്തോ അത് തന്നെ സത്യം. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. മാ അൻത, ഓ നബിയെ താങ്കളല്ല, ബിനിഅമതി റബ്ബിക, താങ്കളുടെ റബ്ബിന്റെ നിഅമത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട്, ബിമജ്നൂൻ, താങ്കൾ ഒരു മജ്നൂനല്ല, ഒരു ജിന്ന് ബാധിച്ച ഭ്രാന്തായി പോയിട്ടുള്ള ആളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഈ കാര്യം പറയുന്നത്. എന്താണ് അള്ളാഹുവിടെ സത്യം ചെയ്തു പറഞ്ഞിട്ടുള്ള ഖലം എന്താണ്? ഇബ്നു കസീർ പറയുന്നു, അല്ലാഹിർ, ഇതിൽ നിന്ന് ലാഹിറായി നമുക്ക് മനസ്സിലാക്കാം, അന്നഹു ജിൻസുൽ ഖലം. ലാഹിറായി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, ഇത് പേന എന്ന് പറയുന്ന ആ കാര്യത്തെയാണ് അള്ളാഹു, ആ വസ്തുവിനെയാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. അല്ലദീ യുക്തബു ബിഹി, അത് ഏതുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്, അതുകൊണ്ട്. ഏതുപോലെ അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അവൻ ഖലം കൊണ്ടെഴുതാൻ പഠിപ്പിച്ചവനാകുന്നു. ഫഹുവ ഖസമുൻ മിൻഹു തആല, അള്ളാഹു സത്യം ചെയ്തു പറയുന്നു ഇവിടെ. വതംബീഹുൻ ലിഖൽഖിഹി, മാത്രമല്ല ഈ സത്യത്തിൽ ഒരു തംബീഹുണ്ട്, അള്ളാഹു നമ്മെ അറിയിക്കുന്നു. അലാമ അൻഅമ ബിഹി അലൈഹിം മിൻ തഅലീമിൽ കിതാബത്തി അല്ലതി ബിഹാ തനാലുൽ ഉലൂം. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന മഹത്തായ നിഅമത്താണ് അവൻ നമുക്ക് എഴുത്തു പഠിപ്പിച്ചു എന്നത്. അല്ലതി ബിഹാ തനാലുൽ ഉലൂം, ഇൽം അത് കിട്ടുന്നത് എന്തുവഴിയാണ്? കിതാബത്ത് വഴിയാണ്, ഖലം വഴിയാണ്. കാരണം ഒരു കാര്യം എഴുതി വെച്ചാൽ അത് സ്ഥിരപ്പെട്ടു എന്നാണ്. അതേസമയം എഴുതിയില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. എഴുതി വെച്ചാൽ അത് ഉറച്ചു, എഴുതിയില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. എത്ര എത്ര മഹാന്മാരെ പണ്ഡിതന്മാർ അവർ എഴുതി വെച്ചതാണ് നമ്മളിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ തഫ്സീർ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം എഴുതിയതാണ്. എന്നതുപോലെ എഴുത്ത്, അതില്ലാതെ ഇൽമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിട്ടുള്ളത് രണ്ട് മാർഗത്തിലൂടെയാണ്. ഇൽം അത് നിലനിൽക്കുന്നത് രണ്ട് മാർഗത്തിലൂടെയാണ്. ഒന്ന് അൽ ഹിഫ്ള്, ഹിഫ്ളിലൂടെ. രണ്ട് അൽ കിതാബ, എഴുത്തിലൂടെ. എഴുത്തിലൂടെയും ഹിഫ്ളിലൂടെയുമാണ് ഇൽമ് നിലനിൽക്കുന്നത്. ഖുർആൻ അല്ലാഹു സംരക്ഷിച്ചിട്ടുള്ളത് അങ്ങനെയാണ്, ഹിഫ്ളിലൂടെ. അത് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഖുർആനുണ്ട്. അതുപോലെ തന്നെ ഫിസ്സുതൂർ, പേജുകളിലും ഖുർആൻ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഖിയാമത്ത് നാളെടുത്താൽ
അള്ളാഹു ഖുർആൻ ഉയർത്തിക്കളയും എന്ന് പറയുന്ന ഹദീസിൽ കാണാം. ഖുർആൻ പിന്നെ എവിടെയും കാണൂല. ഒരാൾക്ക് ഓതാൻ കഴിയില്ല, മുസ്ഹഫ് മറിച്ചു നോക്കിയാലോ കാണൂല, ഉയർത്തപ്പെട്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല അത് ഉയർത്തിക്കളയും. കാരണം അള്ളാഹു അവന്റെ കിതാബ് അസീസായ കിതാബാണ്. അതിൽ അവന് ഗൈറത്തുണ്ട്. അവൻ അത് ദയായിലാക്കി കളയുകയില്ല. ഒരാളും ഓതാതെ ഇവിടെ ഖുർആൻ നിലനിൽക്കുമോ? ഇല്ല. ജനങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പറ്റകലും അവർ കിതാബിൽ നിന്ന് പോയാൽ പിന്നെ ഖുർആനിലൂടെ അള്ളാഹു ഉയർത്തിക്കളയും. അള്ളാഹു ഇത് വെറുതെ ഇവിടെ ആക്കുകയില്ല. അതുപോലെ തന്നെ കഅബയുടെ അവസ്ഥയും. കഅബ അവസാന കാലത്ത് ഒരാളും അവിടേക്ക് ചെല്ലാതെയാകും. അബൈത്ത് തവാഫ് ചെയ്യാതെയാകും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് കഅബ മഅമൂറായി ഇരിക്കുന്ന കാലം, കഅബ മഅമൂർ എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കുന്ന കാലത്തോളം ദുനിയാവിൽ ഖൈർ ബാക്കിയുണ്ട് എന്നാണ്. അൽഹംദുലില്ലാഹ് ഖൈർ പൂർണ്ണമായി നഷ്ടപ്പെട്ടില്ല എന്ന് നമുക്കിപ്പോഴും സന്തോഷിക്കാവുന്ന കാര്യമാണ്. റബൈത്ത് എന്നും മഅമൂറാണ്. അവിടെ രാത്രിയില്ല പകലുമില്ല, ഏത് സമയത്തും അവിടെ കാലിയായിട്ടൊരു നേരം ഒരാൾക്ക് ഒരു സമയത്ത് പോയാലും കിട്ടുകയില്ല. ഏത് പാതിരാക്ക് പോയാലും ഇപ്പോൾ കാലിയായിരിക്കും വിചാരിച്ചാൽ അവിടെ ആളുണ്ടാവും. അൽഹംദുലില്ലാഹ് ഇത് ഖൈറിന്റെ ലക്ഷണമാണ്. എന്നാൽ അവസാന കാലത്ത് ഒരാളും ഇല്ലാതെയാകും. അപ്പോൾ അതാ ഹബശയിൽ നിന്ന്, പണ്ട് പൊളിക്കാൻ വന്നത് ഹബശയിൽ നിന്നായിരുന്നു അബ്രഹ. അവസാന കാലത്ത് അതുപോലെ ഹബശയിൽ നിന്ന് ദുസ്സുവൈഖതൈൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് വിളിച്ച ഒരാൾ വരും. എന്നിട്ട് ആ കഅബ തകർക്കും. ഹജറൻ ഹജറൻ, ഓരോ കല്ലായി കല്ലായി തകർക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവസാന കാലത്ത് സംഭവിക്കും. അള്ളാഹുവിന്റെ കിതാബും അള്ളാഹു റബ്ബുൽ ആലമീൻ ഉയർത്തിക്കളയും. അള്ളാഹു കിതാബത്ത് നമുക്ക് പഠിപ്പിച്ചത് ഇതിലൂടെ ഉണർത്തുന്നു, എഴുത്തു പഠിപ്പിച്ചു. അതിലൂടെയാണ് ഇൽമ് നിലനിൽക്കുന്നത്. വമാ യസ്തുറൂൻ, അവർ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്തോ അത് തന്നെ സത്യം. യസ്തുറൂൻ എന്നാൽ വമാ യക്തുബൂൻ. വമാ യസ്തുറൂൻ എന്നാൽ എന്താണ്? വമാ യക്തുബൂൻ, അവരെന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ചില മുഫസ്സിറുകൾ പറഞ്ഞു അതുപോലെ തന്നെയാണ് ഈ എഴുത്ത് എന്നത്. നോക്ക്, നമ്മുടെ അമാൽ അത് എഴുതുമെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. കിറാമൻ കാതിബീൻ, കിറാമൻ കാതിബീൻ, എഴുതി വെക്കുന്ന മലായിക, അത് എഴുതുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. അള്ളാഹു പിന്നറിയാം അതിന്റെ രൂപം. ഖിയാമത്ത് നാളിൽ എഴുതിയ കിതാബാണ് നമ്മുടെ കയ്യിൽ കൊണ്ട് തരിക. എഴുതിയ കിതാബ്, ഇഖ്റ കിതാബ്, നിന്റെ കിതാബ് നീ വായിക്കൂ എന്നാണ് പറയുക. അപ്പൊ എഴുത്ത്, കലം, അതുകൊണ്ടുള്ള എഴുത്ത് എന്നത് നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ്. മനുഷ്യർ എഴുതുന്നു, മലായികത്ത് എഴുതുന്നു, നമ്മുടെ അമാൽ എഴുതി വെക്കുന്നു. പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് യാനിൽ മലായിക, അള്ളാഹുവിന്റെ മലായികത്ത് എഴുതുന്നത് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നു. വമാ തുക്തബു മിൻ അഅമാലിൽ ഇബാദ്, പടപ്പുകളുടെ അമലുകൾ രേഖപ്പെടുത്തപ്പെടുന്നത്. അതുപോലെ വേറെ ചില മുഫസ്സിറുകൾ പറഞ്ഞു ബലിൽ മുറാദു ഹാഹുന, ഇതുകൊണ്ടുള്ള ഉദ്ദേശം വേറൊരു എഴുത്തുണ്ട്. എന്താണത്? ഇതിനു മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ അമലുകൾ, നമ്മുടെ ഖദർ, അതിലെല്ലാം വിട്ടു നമ്മുടെ അമലും നമ്മുടെ റിസ്ഖും എല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട്. വലിൽ മുറാദു ഹാഹുന ബിൽ ഖലമില്ലദി അജ്റാഹു അല്ലാഹു ബിൽ ഖദരി ഹീന കതബ മഖാദീറൽ ഖലായിഖ് ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദീന ബി 50000 സന. നമ്മെ പടക്കുന്നതിന് മുമ്പ്, ആകാശഭൂമികളെ പടക്കുന്നതിന് മുമ്പ് 50,000 വർഷങ്ങൾക്ക് മുമ്പ്. ഏതാണ് 50,000? ഇതുപോലത്തെ 50,000 ആണോ? ഇതിപ്പോ നമ്മൾ കണക്കൂട്ടുന്നത് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതിനനുസരിച്ചിട്ടാണ്. സൂര്യനെയും ആകാശങ്ങളെയും എല്ലാം പടക്കുന്നതിന് മുമ്പുള്ള 50,000 അള്ളാഹുവിനാണ് അതിന്റെ മിഖ്ദാർ അറിയുക, അതിന്റെ അളവ് അറിയുക. അതിനു മുമ്പ് അള്ളാഹു റബ്ബുൽ ആലമീൻ എഴുതി വച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസിലുള്ളതുപോലെ ഉബാദ ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കാനായപ്പോൾ മകനെ വിളിച്ചിട്ടൊരു വസിയത്ത് പറഞ്ഞു. ആ വസിയത്തിൽപ്പെട്ടതാണ് ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു, ഇന്ന അവ്വല മാ ഖലഖ അല്ലാഹുൽ ഖലം, അല്ലാഹു ഖലമിനെ ആദ്യമായി പടച്ചു. ഫഖാല ലഹു, എന്നിട്ട് പറഞ്ഞു ഉക്തുബ്, എഴുതൂ. ഖാല യാ റബ്ബി വമാ അക്തുബ്, ഖലം ചോദിച്ചു, അല്ലാഹുവേ ഞാൻ എന്താണ് എഴുതേണ്ടത് റബ്ബേ? ഖാല ഉക്തുബിൽ ഖദർ മാ കാന വമാ ഹുവ കായിനുൻ ഇലൽ അബദ്, എന്താണ് സംഭവിക്കാൻ പോവുക,
എന്താണ് എല്ലാ കാലത്തേക്കും അബദൻ അവസാനം വരെ എന്ത് സംഭവിക്കും എഴുതുക എന്ന കലമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇത് ഉബാദ റളിയല്ലാഹു അൻഹു ഏത് സമയത്താണ് പറയുന്നത്? മരണസമയത്ത് മകനോട് വസിയത്തായി. എന്നിട്ട് പറഞ്ഞു, മോനെ, അതുകൊണ്ട് നീ മനസ്സിലാക്കുക, നിനക്ക് ഈമാനിന്റെ തഅം കിട്ടുകയില്ല. ഈമാനിന്റെ തഅം, അതിന്റെ രുചി നിനക്ക് കിട്ടുകയില്ല. നീ മനസ്സിലാക്കുന്നത് പോലെ അന്നമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക. നിനക്ക് വന്നു ഭവിച്ചതൊന്നും നിനക്ക് വരാതെ പോകേണ്ടതല്ല, അത് നിനക്ക് വരേണ്ടത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നത് വരെ. നിന്നെ വന്ന് ഭവിക്കാത്തത്, നിനക്ക് സംഭവിക്കാത്ത, നിനക്ക് തെറ്റിപ്പോയത്, നിന്റെ അടുത്ത് വരാതെ തെറ്റിപ്പോയതൊന്നും നിനക്ക് വരേണ്ടതായിരുന്നില്ല എന്ന് നീ മനസ്സിലാക്കുന്നത് വരെ മോനെ ഈമാനിന്റെ താമ് നിനക്ക് കിട്ടുകയില്ല, ഈമാനിന്റെ മാധുര്യം. കാരണം അത് ആ ഖദറിലുള്ള ഈമാൻ സുബ്ഹാനല്ലാഹ് ഒരു മുസ്ലിമിനും തരുന്ന ആശ്വാസം ചില്ലറയല്ല, വലിയ ആശ്വാസമാണ്. മുസ്ലിമിന് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണോ എന്നാൽ നിനക്കതുകൊണ്ട് കിട്ടുക. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനല്ലേ, പിന്നെ അവൻ സ്വന്തത്തെ അല്ലാതെ കുറ്റം പറയേണ്ടതില്ല. കാരണം അവന്റെ അമലാണ് അവനുണ്ടാകുന്ന എല്ലാ മുസീബത്തിനും കാരണം. അള്ളാഹുവിനെ സൂക്ഷിച്ച് അതിനുശേഷം നിനക്ക് എന്തുണ്ടായോ അൽഹംദുലില്ലാഹ്, ഖദറുല്ലാഹി വമാ ശാഅ ഫഅൽ. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, അള്ളാഹുവിൽ ദറജ ഉയർത്തപ്പെടാൻ കാരണമാകുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ പിന്നെ അവന്റെ ഖദർ നമുക്ക് സന്തോഷമല്ലാതെ ആശ്വാസമല്ലാതെ ഉണ്ടാക്കുകയില്ല. നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖം വന്നാൽ എന്ത് ദുആ ചെയ്യാനാണ് പഠിപ്പിച്ചത്? എത്ര മഹത്തായ ദുആണ്! ദുഃഖമുണ്ടായാൽ, പ്രയാസമുണ്ടായാൽ ആദ്യം തന്നെ നീ പറയേണ്ടത് എന്താ? അല്ലാഹുമ്മ ഇന്നി അബ്ദുക്, അല്ലാഹുമ്മ ഇന്നി അബ്ദുക്. തീർന്നില്ല, വബ്നു അബ്ദിക് വബ്നു അമതിക്. അല്ലാഹുവേ, ഞാൻ നിന്റെ അബ്ദാണ്, അടിമയാണ്. എന്തൊരു അള്ളാഹുവിന്റെ അബ്ദായിരിക്കുക, അവന്റെ ഉബൂദിയത്തിൽ കഴിയുക എന്നതാണ് ഏറ്റവും അഷ്റഫായ മഖാം, ഏറ്റവും മുന്തിയ മാന്യമായ പദവി. അതാണ് അള്ളാഹിന്റെ അബ്ദാണെന്ന് മനസ്സിലാക്കുക. എന്താണ് അള്ളാഹിന്റെ അബ്ദ് എന്ന് പറഞ്ഞാൽ? പെട്ടെന്ന് മനസ്സിലാക്കാൻ, മനുഷ്യന്റെ അടിമയായ ഒരു മനുഷ്യനെ ചിന്തിച്ച് നോക്ക്. എന്താ അയാളുടെ അവസ്ഥ? സ്വന്തം അയാൾക്ക് സ്വന്തമായി സ്വകാര്യ സ്വത്ത് ഈ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞതുപോലെ, എന്താണ് സ്വകാര്യ സ്വത്ത് പറ്റുമോ? ഇല്ല. അയാൾക്ക് സ്വന്തമായിട്ടൊരു സ്വത്തില്ല. അയാളുടെതല്ല, ആരുടേതാണ്? അയാളുടെ മാലിക്കിൻ്റെതാണ്. അയാൾക്ക് സ്വന്തമായി ഒന്നുമില്ല, അയാൾക്ക് അനന്തരാവകാശമില്ല. അയാൾ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നാര് തീരുമാനിക്കും? അയാളുടെ സയ്യിദ് തീരുമാനിക്കും, അവരുടെ ഉടമസ്ഥൻ തീരുമാനിക്കും. സ്വന്തമായിട്ടൊന്നുമില്ല. അയാൾ കല്യാണം കഴിക്കണോ വേണ്ടേ? സയ്യിദ് തീരുമാനിക്കും. അയാളുടെ മക്കൾ അയാളുടെ അനന്തര സ്വത്ത് എടുക്കൂല. അയാൾക്ക് കല്യാണം കഴിക്കാൻ സയ്യിദ് അനുവദിച്ചു, എന്നിട്ട് കുട്ടിയുണ്ടായി. ഉപ്പാന്റെ സ്വത്തായിരിക്കില്ല, മകനില്ല, മറിച്ച് സയ്യിദിന് പോകും, ഉടമക്ക് പോകും. ഇതാണ് അടിമ വ്യവസ്ഥ. സുബ്ഹാനല്ലാഹ്, ഇതൊരു മനുഷ്യന്റെ അടിമ മനുഷ്യനായി തീർന്നാൽ ഇങ്ങനെയാണ്. എന്നാൽ മനുഷ്യൻ, അവൻ യജമാനനുണ്ടായാലും ശരി, അടിമയുടെ ഖൽബ് യജമാന്റെ കയ്യിലല്ല. അടിമയുടെ മനസ്സ് യജമാന്റെ കയ്യിലാണോ? അല്ല. അടിമ എപ്പം മരിക്കണം യജമാനാണോ തീരുമാനിക്കാനല്ല. എന്നാൽ ഏത് നിലക്കും നിന്റെ റബ്ബായ അസ്സയ്യിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സയ്യിദ്, യഥാർത്ഥ ഉടമസ്ഥൻ അതാരാണ്? അല്ലാഹുവാണ്. അങ്ങനെയുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അബ്ദാണ് ഞാൻ മനസ്സിലാക്കിയാൽ അവൻ എങ്ങോട്ട് തിരിച്ചോ ഞാൻ അങ്ങോട്ട് തിരിയും. അവൻ എനിക്ക് എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിച്ചു, അങ്ങനെ എനിക്ക് സംഭവിക്കും. ഞാൻ എന്ത് ചെയ്യാനാണ്? അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ, ഞാൻ നിന്റെ അബ്ദാണ്. മാത്രമോ വബ്നു അബ്ദിക്, നിന്റെ ഒരു അടിമയുടെ മകനാണ്. എന്റെ ഉപ്പ ആരാണ്? എന്റെ ഉപ്പയും നിന്റെ അടിമയാണ്. വബ്നു അമതിക്, നിന്റെ ഒരു അടിയാസിയുടെ മകനാണ്. എന്റെ ഉമ്മയും നിന്റെ അടിമയാണ്. എത്ര താഴ്മയുള്ള ഉബൂദിയത്താണ്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക് വബ്നു അമതിക് നാസിയതി ബിയദിക്. അല്ലാഹു, എന്റെ നാസിയത്ത് നിന്റെ കയ്യിലാണ്. എന്താ നാസിയത്ത്? തലയുടെ മുൻഭാഗത്തുള്ള മുടി എന്നാണ് അതിന്റെ അർത്ഥം. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ. ഭൂമിയിൽ ഒരു ജന്തുവുമില്ല അള്ളാഹു അതിന്റെ നാസിയത്തിൽ പിടിച്ചിട്ടല്ലാതെ. അതിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. നാസിയത്തിൽ പിടികിട്ടിയാൽ എന്താ? എങ്ങോട്ട് തിരിച്ചങ്ങോട്ട് തിരിക്കും. തലയുടെ മുൻഭാഗത്ത് മുടിയിൽ പിടികിട്ടിയാൽ നമ്മൾ എങ്ങോട്ട് തിരിച്ചാലും അങ്ങോട്ട് തിരിയും. അതുകൊണ്ട് ചില ഈ ആയോധന കലയുടെ ഒക്കെ ആളുകൾ പറയാറുണ്ട്,
ചിലർക്ക് അറിയുണ്ടാവും, അവിടെ പിടിച്ചാൽ മതി, പിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റൂല. ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്. അല്ലാഹു അലം. നാസിയതി ബിയദിക്, എന്റെ നാസിയത്ത് അല്ലാഹു നിന്റെ കയ്യിലാണ്, നീയാണ് എന്നെ നിയന്ത്രിക്കുന്നത്. اللهم إني عبدك وابن عبدك وابن أمتك ناصيتي بيدك ماض في حكمك. അല്ലാഹു എന്നിൽ കഴിഞ്ഞു പോയതെല്ലാം നിന്റെ ഹുക്കുമാണ്, നിന്റെ വിധിയാണ്. ആദിലുൻ ഫിയ ഖദാഉക്, എന്റെ വിഷയത്തിൽ നീ വിധിച്ചതെല്ലാം നീതിയാണ്, ഒരു അരിയില്ല. ദുഃഖം വന്നാലാണ് ഇത് ദുആ ചെയ്യുന്നത്. ആദിലുൻ ഫിയ ഖദാഉക് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്. അല്ലാഹു നിന്റെ എല്ലാ പേരുകൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക്, നിന്നെ നീ വിളിച്ചിട്ടുള്ള പേരുകൾ. ഔ അൻസൽതഹു ഫി കിതാബിക്, അല്ലെങ്കിൽ നിന്റെ കിതാബുകളിൽ നീ അവതരിപ്പിച്ചിട്ടുള്ള, നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള നിന്റെ പേരുകൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അല്ലെങ്കിൽ നിന്റെ പടപ്പുകളിൽ നീ പഠിപ്പിച്ചിട്ടുള്ള, നിന്റെ പടപ്പുകളിൽ ആരെ നീ പഠിപ്പിച്ചിട്ടുണ്ടോ ആ പേരുകൾ കൊണ്ടും. ഔ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലെങ്കിൽ നല്ല അർത്ഥം, ഞാൻ പറഞ്ഞുപോയത് അല്ലെങ്കിൽ എന്നാണ്, ഇവിടെ വാവിന്റെ അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ എല്ലാ പേരുകൾ കൊണ്ടും, നിന്റെ കിതാബിൽ ഇറക്കിയ പേരുകൾ കൊണ്ടും, നിന്റെ അടിമകളെ പഠിപ്പിച്ച പേരുകൾ കൊണ്ടും. നീ ആർക്കും പഠിപ്പിച്ച് തരാതെ നിന്റെ ഗൈബിയായ ഇൽമിൽ മറച്ചുവെച്ച പേരുകൾ കൊണ്ടും. അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അല്ലാഹുവേ, ഖുർആനിനെ നീ എന്റെ ഖൽബിന്റെ റബീഅാക്കണമേ. റബീഅ എന്താണ്? നല്ല മഴയുള്ള സസ്യങ്ങളെല്ലാം മുളക്കുന്ന കാലാവസ്ഥയാണ് റബീഅ. മലയാളത്തിൽ വസന്തകാലം എന്ന് പറയും. അറബിയിൽ അല്ലാഹു അലം ഉദ്ദേശിക്കപ്പെടുന്നത് മഴയുള്ള കാലം എന്നാണ്. മലയാളത്തിൽ അത് അല്ലാഹു അലം ചിലർ പറഞ്ഞു കേട്ടിട്ടുള്ളത് മഴയ്ക്ക് ശേഷമുള്ള നല്ലൊരു കാലാവസ്ഥ ഉണ്ടല്ലോ, അതിനാണ് മലയാളത്തിൽ വസന്തം എന്ന് പറയുക എന്നാണ് അല്ലാഹു അലം. റബീഅ എന്നാൽ മഴ കിട്ടിയിട്ടുള്ള കാലാവസ്ഥ. എന്റെ കൽബിനെ നീ ഖുർആനിന്റെ റബീഅാക്കണമേ, ഖുർആനിനെ നീ എന്റെ കൽബിന്റെ റബീഅാക്കണമേ. നൂറ സദ്രി, എന്റെ സദ്റിന്റെ ഹൃദയത്തിന്റെ വെളിച്ചമാക്കണമേ. വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി, എന്റെ ഹുസ്നും ഹമ്മും ദുഃഖവും പ്രയാസവും എല്ലാം നീക്കി കളയുന്നതാക്കണമേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖമെന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു മകന് കൊടുത്തിട്ടുള്ള വസിയ. ഇത് മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ ഖദാ അല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് നീ മനസ്സിലാക്കുന്നത് വരെ നിനക്ക് ഈമാനിന്റെ മാധുര്യം ലഭിക്കുകയില്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല ശൈഇൻ ഖലഖഹു അല്ലാഹുൽ ഖലം, അല്ലാഹു പടച്ച ആദ്യത്തെ പടപ്പ് ഖലമാകുന്നു. ഫഅമറഹു, എന്നിട്ട് ഖലമിനോട് അല്ലാഹു കൽപ്പിച്ചു. ഫകതബ കുല്ല ശൈ, അപ്പോൾ അതെല്ലാം എഴുതി. ഇതൊരു അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ഏതാണ് ആദ്യത്തെ പടപ്പ്? അള്ളാഹുവിന്റെ അർശാണോ അതല്ല ഖലമാണോ എന്നത്. ഇതുപോലുള്ള ഹദീസുകളിൽ വ്യക്തമായി ഖലമാണെന്ന് വന്നിട്ടുണ്ട്. എന്നാൽ വേറെ ചില ഹദീസുകളിൽ അള്ളാഹു ഖലമിനോട് പറഞ്ഞപ്പോൾ വകാന അർശുഹു അലൽ മാ, അവന്റെ അർശപ്പോൾ മാഇന് മുകളിൽ, വെള്ളത്തിന് മുകളിലായിരുന്നു. അള്ളാഹു ഉദ്ദേശിച്ച ഒരു വെള്ളം, ഒരു മഹത്തായ മാ, അതിനു മുകളിലായിരുന്നു അർശ് എന്ന് ചില ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഖലം ആണ് ആദ്യം പടച്ചത്, പക്ഷെ അതിനു മുമ്പേ അർശ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഔവൽ എന്ന് പറഞ്ഞ ഹദീസുകളെ ആ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഈ അർത്ഥത്തിലാണ്. അതായത് ഖലമിന് അള്ളാഹു പടച്ചപ്പോൾ ആദ്യമായി അള്ളാഹു ഖലമിനോട് എന്ത് കൽപ്പിച്ചു? എല്ലാം എഴുതി വെക്കാൻ. അങ്ങനെ ഈ ഔവല എന്നതും ഔവലു എന്നതും ചില ഹദീസുകളിൽ വായനയുണ്ട്. അപ്പൊ ഔവലു എന്നായാൽ അള്ളാഹു ആദ്യം ഖലമിനെ പടച്ചു എന്നായി. എന്നാൽ ഔവല എന്നാക്കി വായിച്ചാൽ എന്താണ് അർത്ഥം? ഖലമിനെ അള്ളാഹു പടച്ചപ്പോൾ ആദ്യമായി അതിനോട് എന്ത് കൽപ്പിച്ചു? എഴുതാൻ കൽപ്പിച്ചു. അർശ് അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ അർശായിരുന്നു ആദ്യം അള്ളാഹു പടച്ചത് എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ ചിലർ ഖലമാണ് എന്ന് ഇതുപോലുള്ള ഹദീസുകൾ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ആധുനിക കാലത്ത് ഇമാം നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് ആ അഭിപ്രായക്കാരനാണ്. വല്ലാഹു തആല അലം. നൂൻ വൽ ഖലം യൗമ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. ചില സഹോദരങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ അതിന്റെ പിന്നാലെ കൂടും. യഥാർത്ഥത്തിൽ നമ്മുടെ ആമലിനെ ഒരു നിലക്കും ബാധിക്കാത്താണല്ലോ അതൊക്കെ.
നമുക്കതുകൊണ്ട് എന്തെങ്കിലും ഒരു അമല് കൂടാനുണ്ടോ? എന്തെങ്കിലും ഒരു അമല് കുറഞ്ഞു പോകുമോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അല്ലാഹു പറയുന്നു, മാ അൻത, ഓ നബിയെ താങ്കളല്ല, ബിനിഅമതി റബ്ബിക, താങ്കളുടെ റബ്ബിന്റെ നിഅമത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ, ബിമജ്നൂൻ, ഒരു മജ്നൂനല്ല. ഇബ്നു കസീർ പറയുന്നു, ഐ ലസ്ത വലില്ലാഹിൽ ഹംദ്, അൽഹംദുലില്ലാഹ്, താങ്കളല്ല ബിമജ്നൂൻ, താങ്കൾ ഒരു ഭ്രാന്തനല്ല, ജിന്ന് ബാധിച്ച ആളല്ല. കമാ ഖദ് യഖൂലുഹുൽ ജഹലതു മിൻ ഖൗമിക്, താങ്കളുടെ ഖൗമിലെ വിവരമില്ലാത്ത ആളുകൾ പറയുന്നത് പോലെ, അൽ മുകദ്ദിബൂന ബിമാ ജിഅതഹും ബിഹി മിനൽ ഹുദാ വൽ ഹഖ്ഖിൽ മുബീൻ, താങ്കൾ കൊണ്ടുവന്ന ഹുദ, സന്മാർഗം, വ്യക്തമായ സത്യം, അതിനെ നിഷേധിക്കുന്ന ജാഹിലുകൾ പറയുന്നത് പോലെയല്ല. ഫനസബൂക ഫീഹി ഇലൽ ജുനൂൻ, അവർ താങ്കൾക്ക് ജുനൂൻ ഉണ്ടെന്ന്, ജിന്ന് ബാധിച്ചിട്ടുണ്ടെന്ന്, ഭ്രാന്തായിട്ടുണ്ടെന്ന് എന്ന് പറയുന്നു. ഒരിക്കലും അങ്ങനെയല്ല. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. നോക്ക്, അല്ലാഹു റബ്ബുൽ ആലമീൻ കലം കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് എഴുതപ്പെട്ടതുകൊണ്ട് സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്. ഇതാ അള്ളാഹുവിന്റെ ഖദർ, അത് വെച്ച് നോക്കിയാൽ, എഴുതപ്പെട്ട ഏത് ചരിത്രം വെച്ച് നോക്കിയാൽ ആർക്കാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്നൂനാണെന്ന് പറയാൻ സാധിക്കുക? ഏത് മജ്നൂനാണ് തന്റെ ജീവനേക്കാൾ തന്നെ സ്നേഹിക്കുന്ന, തന്നെ ചാണിന് ചാണായി മുഴച്ചിന് മുഴമായി പിൻപറ്റുന്ന കോടാനുകൂടി അനുയായികൾ ഉണ്ടായിട്ടുള്ളത്? ദുനിയാവിൽ ഏത് മജ്നൂനാണ്? ഇല്ല. കലമാണ് സത്യം. കലമ കൊണ്ട് എഴുതുന്ന, അവർ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് സത്യം. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിഷേധികൾ നാലുപാടും നിൽക്കുമ്പോൾ അള്ളാഹു പറയുന്നതാണ്. ആ സമയത്ത് എന്തു വിജയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും ഉണ്ടായിട്ടുള്ളത്? പ്രത്യക്ഷമായി എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഇല്ല. എന്നാൽ ഇന്ന് നോക്ക്, ഇതായിരിക്കുന്ന ഈ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഇതുപോലുള്ള മസാജിദുകളിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾ, അവർ ജീവിക്കുന്ന തെളിവുകളാണ്. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്നൂൻ അല്ലെന്ന് മാത്രമല്ല, ഏറ്റവും സലീമായ അഖ്ൽ, ഏറ്റവും കേടുവരാത്ത, ഒരു കേടും വരാത്ത ബുദ്ധി ആരുടെ എന്ന് ചോദിച്ചാൽ ആരുടെ ബുദ്ധിയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതാണ് നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. ഇന്നൊരാളത് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്നൂനാണെന്ന് ശത്രുക്കൾ പോലും പറയുമോ? പറയുകയില്ല, അത് പറയില്ല. نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون. الله വീണ്ടും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, وإن لك لأجرا. ഇന്ന കൊണ്ടും ലാമ് കൊണ്ടും തഅക്കീദ് ചെയ്തുകൊണ്ട്, ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, തീർച്ചയായും താങ്കൾക്കുണ്ട് ലഅജ്റൻ, പ്രതിഫലമുണ്ട്. എങ്ങനത്തെ പ്രതിഫലമാണ്? ഗൈറ മംനൂൻ, മുറിഞ്ഞുപോകാത്ത പ്രതിഫലം. മുറിഞ്ഞുപോകാത്ത പ്രതിഫലമുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഏതൊരു മുസ്ലിം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ അതിന്റെ പ്രതിഫലം ആർക്ക് ചെല്ലും? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലും. കാരണം മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഏതൊരാൾ ഒരു ഖൈർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ടോ അതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുത്ത ആൾക്കുണ്ട്, ചെയ്ത ആളുടെ ഇത് പറയാതെ. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ നബിമാരിൽ ഏറ്റവും അഫ്ളലായ നബിയാകാൻ ഒരു കാരണം ഇതാണ്. കാരണം അനുയായികൾ എത്ര ഉണ്ടോ അതിനനുസരിച്ച് നബിയുടെ ഫضൽ വർദ്ധിക്കും. ഏറ്റവും കൂടുതൽ ഉമ്മത്തുള്ളത് ആർക്കാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ഇസ്രാഇന്റെ മിഅ്റാജിന്റെ രാത്രിയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് കരയുകയുണ്ടായി. എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ശേഷം വന്ന ഒരു വലദ്, ഒരു കുട്ടി, അദ്ദേഹത്തിന് ഇതാ എന്നെക്കാളും അനുയായികൾ ലഭിച്ചു എന്നത് ഓർത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കരയുകയുണ്ടായി. ഹസദ് കൊണ്ടല്ല, അസൂയ കൊണ്ടല്ല. അപ്പൊ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ, താങ്കൾക്ക് മംനൂനല്ലാത്ത പ്രതിഫലമുണ്ട്. ഐ ബൽ ലകൽ അജ്റുൽ അളീം, മഹത്തായ അജ്റാണ് താങ്കൾക്കുള്ളത്. വസ്സവാബുൽ ജസീൽ, വസ്സവാബുൽ ജസീൽ,
الذي لا ينقطع ولا يبيد മുറിഞ്ഞു പോകാത്ത തീർന്നു പോകാത്ത പ്രതിഫലം على إبلاغك رسالة ربك إلى الخلق എന്തിനുള്ള പ്രതിഫലമാണത് അള്ളാഹുവിന്റെ റിസാല അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന്റെ പ്രതിഫലം അവരെന്ത് വിളിക്കട്ടെ അള്ളാഹുവിൽ ഇതാണ് ഉള്ളത് വസബ്രിക അല അദാഹും അതുപോലെ അവരുടെ ദ്രോഹങ്ങൾ താങ്കൾ സഹിച്ചത് കാരണത്താൽ അതുകൊണ്ടാണ് ഈ നബിമാരെ ഉലുൽ അസ്ം എന്ന് അറിയപ്പെട്ടിട്ടുള്ളത് അള്ളാഹു ആ 5 നബിമാരെയും ഒരൊറ്റ ആയത്തിൽ സൂറത്തു ശൂറായിലെ ആയത്തിൽ ഈ 5 നബിമാരെ ഒരുമിച്ച് പറഞ്ഞു ശറഅ ലക്കും മിനദ്ദീനി ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى أن أقيموا الدين ولا تتفرقوا فيه شرع لكم من الدين نعم താങ്കൾക്ക് ദീൻ ഈ ദീൻ നിയമമാക്കി തന്നിരിക്കുന്നു മാ വസ്സാ ബിഹി നൂഹൻ നൂഹിന് എന്താണ് നാം വസിയത്ത് നൽകിയത് അത് വമാ ഔഹൈനാ ഇലൈക താങ്കൾക്ക് വഹി നൽകിയത് പിന്നെ നോക്ക് وما وصينا به إبراهيم وموسى وعيسى 5 നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ സൂറത്തു ശൂറായിലെ ആയത്തിൽ സൂചിപ്പിച്ചു എന്തു അവർ അങ്ങേയറ്റം സബർ കൈക്കൊണ്ട നബിമാരായി وإنك لعلى خلق عظيم وإنك لعلى خلق عظيم തീർച്ചയായും താങ്കൾ ലഅലാ ഖുലുഖിൻ അളീം ഒരു അളീമായ ഖുലുഖിന്റെ മുകളിലാണുള്ളത് താങ്കൾ മഹത്തായ സ്വഭാവത്തിനുടമയാണ് എന്നാണ് അതിന്റെ അർത്ഥം ഖുലുഖ് എന്നാൽ സ്വഭാവം നോക്കൊരു മജ്നൂൻ എങ്ങനെയാണ് അളീമായ ഖുലുഖ് ഉണ്ടാവുക ഒരിക്കലുമില്ല മജ്നൂന് ഒരു ഭ്രാന്തൻ മജ്നൂൻ അയാൾ ഒരിക്കലും ഒരാളും തന്നെ അയാളുടെ മഹത്തായ സ്വഭാവം എന്ന് പറയുകയില്ല ഒരു ഭ്രാന്തന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മജ്നൂനല്ല മറിച്ച് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം മഹത്തായ സ്വഭാവത്തിനുടമയാണ് ഇബ്നു അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറഞ്ഞത് കാണാം വഇന്നക ലഅലാ ദീനിൻ അളീം ആ ഖുലുഖ് എന്തിന്റെ ഖുലുഖാണ് മഹത്തായ ഇസ്ലാമിന്റെ ഖുലുഖാണ് വഹുവൽ ഇസ്ലാം ഇസ്ലാം ആകുന്നു അത് ഇസ്ലാമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലുഖ് കാരണം ഈ ദീൻ എന്നാൽ അത് വെറും എന്തെങ്കിലും കർമ്മങ്ങളോ എന്തെങ്കിലും ഒരാൾ വിശ്വസിക്കലോ മാത്രമല്ല മറിച്ച് ഈമാൻ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവിടുന്ന് പറഞ്ഞു അൽ ഈമാനു ബിദ്ഉൻ വസിത്തൂന ശുഅബ അഫ്ളലുഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനിൽ ത്വരീഖ് വൽ ഹയാഉ ശുഅബതു മിനൽ ഈമാൻ ഈമാൻ എന്നാൽ 60-ൽ പരം ചില റിവായത്തുകൾ 70-ൽ പരം ശാഖകളാണ് അഫ്ളലുഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിലേറ്റവും ശ്രേഷ്ഠം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് തൗഹീദാണ് അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനില്ല എന്നതാണ് ഇതിലെ ഏറ്റവും മഹത്തായ കാര്യം അതില്ലെങ്കിൽ ഇസ്ലാമില്ല അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യുക അവനോട് മാത്രം ഇസ്തിഗാസ അവനു വേണ്ടി മാത്രം നേർച്ചയാക്കുക ഒരു പടപ്പിനും ഇബാദത്തുകളിലൊന്നും പാടില്ല ഒരു നബിയാകട്ടെ വലിയാകട്ടെ കല്ലാകട്ടെ മരമാകട്ടെ ഖബറാകട്ടെ ഇബാദത്തെല്ലാം റബ്ബിന് മാത്രം അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും അഫ്ളലായ കാര്യം അതില്ലെങ്കിൽ വേറെ ഒന്നുമില്ല വഅദ്നാഹ എന്നാൽ ഈ ഈമാനിൽ ഏറ്റവും നിസാരമായത് ഇമാതത്തുൽ അദാ അനിൽ ത്വരീഖ് വഴിയിലെ തടസ്സം നീക്കലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഏറ്റവും ചെറുതെന്നാണ് പറഞ്ഞത് പക്ഷെ ഒരാൾ അതുകൊണ്ട് സ്വർഗത്തിൽ പോയി എന്ന് ഹദീസിൽ കാണാം കാരണം അമലുകൾ നമ്മൾ ഒന്നിനെയും നിസാരമാക്കി കളയരുത് അതുപോലെ തന്നെയാണ് പാപങ്ങളും നിന്റെ മനസ്സിൽ പാപം നീ എത്ര ചെറുതാക്കി കാണുന്നോ അത്ര അള്ളാഹുവിൽ അത് വലുതായിരിക്കും എന്നാണ് നീ ചെയ്തു പോയ തെറ്റ് നീ നിന്റെ മനസ്സിൽ എത്രയാണോ വലുതായി കാണുന്നത് അള്ളാഹുവിൽ അത് അത്രയും ചെറുതായി പോകും അപ്പൊ ഇമാതത്തുൽ അദാ അനിൽ ത്വരീഖ് വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ ഈമാനിന്റെ ഒരു ഭാഗമാണ് ഒരു ശാഖയാണ് ഹയാ ലജ്ജ നോക്ക് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാന്റെ കാര്യങ്ങളായി പറഞ്ഞ മൂന്ന് ഇനങ്ങളാണ് ഒന്ന് അഖീദയാണ് വിശ്വാസമാണ് രണ്ട് ഒരു അമലാണ് എന്താണ് അമൽ വഴി തടസ്സം നീക്കുക മൂന്നാമത്തത് ഒരു ഖുലുഖാണ് ഒരു സ്വഭാവമാണ് എന്ത് ലജ്ജ എന്നത് ഇത് മൂന്നും കൂടിയതാണ് ഈമാൻ ഇതുപോലെ ബാക്കി എല്ലാം വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും സ്വഭാവ ഗുണങ്ങളും ചേർന്നതാണ് ഈമാൻ
നമ്മുടെ സ്വഭാവത്തിൽ എന്തൊക്കെ പോരായ്മ ഉണ്ടോ? എന്തിനാണ് പോരായ്മ? യഥാർത്ഥത്തിൽ ഈമാനാണ്. നിങ്ങളൊക്കെ പെരുമാറ്റത്തിൽ എവിടെയാണ് തകരാറുള്ളത്? അതിനനുസരിച്ച് എവിടെയാണ് തകരാറ് സംഭവിച്ചിട്ടുള്ളത്? ഈമാനാണ്. കാരണം ഈമാന്റെ ഭാഗമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, താങ്കൾ മഹത്തായ ഖുലുഖിനാണുള്ളത്. ഞാൻ ഈ വായിച്ച റിവായത്ത് നോക്ക്. വഇന്നക അലാ ദീനിൻ അളീം വഹുവൽ ഇസ്ലാം, ഇസ്ലാമാകുന്ന മഹത്തായ ദീനിലാണ് താങ്കൾ ഉള്ളത്. സുഇല ആയിഷ റളിയല്ലാഹു അൻഹാ, നമ്മളൊക്കെ കേട്ടിട്ടുള്ളതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലുഖ്? എന്താ അവരുടെ മറുപടി? കാന ഖുലുഖുൽ ഖുർആൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലുഖ് അത് ഖുർആനായിരുന്നു. ഇബ്നു കസീർ പറയുന്നു, അങ്ങനെ പറഞ്ഞാൽ എന്താണ്? വമഅന ഹാദാ, അതിന്റെ അർത്ഥം ഖുർആനാണ് നബിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം സാറ ഇംതിസാലുൽ ഖുർആനി അംറൻ വനഹിയൻ സജിയതൻ ലഹ്, ഖുർആനിൽ അല്ലാഹു കൽപ്പിച്ചതും വിരോധിച്ചതുമെല്ലാം, എന്ത് കൽപ്പിച്ചു എന്ത് വിരോധിച്ചു, അത് നബിയുടെ പ്രകൃതിയായി മാറി. നബിയുടെ പ്രകൃതം എന്താണ്? ഖുർആനായി മാറി. ഖുർആൻ എന്ത് അല്ലാഹു ഖുർആനിലൂടെ എന്ത് കൽപ്പിച്ചു അത് നബി ചെയ്യും, എന്ത് വിരോധിച്ചു അത് നബി ഒഴിവാക്കും. ഹാദാ മഅ മാ ജബലഹു അല്ലാഹു അലൈഹി മിനൽ ഖുലുഖിൽ അളീം, ഖുർആനിലൂടെ ഈ നേടിയെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഭാവം നേടിയെടുത്തത് ഏതിന്റെ കൂടെയാണ്? അള്ളാഹു നേരത്തെ നബിയെ പടച്ചു വെച്ച മഹത്തായ സ്വഭാവം, അതിന്റെ കൂടെ ഖുർആനിന്റെ നൂറും കൂടി. മിനൽ ഹയാഇ വൽ കറമി വശ്ശജാഅതി വസ്സഫ്ഹി വൽ ഹിൽം വകുല്ലി ഖുലുഖിൻ ജമീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പടച്ചു വെച്ച, നേരത്തെ പടച്ചു വെച്ച മഹത്തായ സ്വഭാവങ്ങൾ എന്തൊക്കെ? മിനൽ ഹയാ, ഒന്നെന്താണ്? ഇത് ഓരോന്നും ഓരോ ദിവസം സംസാരിക്കേണ്ടി വരും ഓരോന്നിനെ കുറിച്ച്. ഒന്ന് ഹയാ, ലജ്ജയാണ്. ഹയാ ഖൈറുൻ കുല്ലു, ഹയാ മുഴുവൻ ഖൈറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരൻ തന്റെ സഹോദരനെ ഹയായിൽ ഇങ്ങനെ ഉപദേശിക്കുകയായിരുന്നു. എന്താണ് നീ ഇങ്ങനെ നാണം കുടുങ്ങി എന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹു, അയാളെ വിട്ടേക്കു, ഫഇന്നൽ ഹയാ മിനൽ ഈമാൻ, ലജ്ജ ഈമാന്റെ ഭാഗമാണ്, അയാളെ വിട്ടേക്കു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നറപ്പം പെണ്ണുങ്ങളെ പോലത്തെ ലജ്ജ എന്നല്ല അതിന്റെ അർത്ഥം, മറിച്ച് തന്റെ ഔറത്ത് ജനങ്ങൾ കാണാതിരിക്കാൻ ഉള്ള ലജ്ജ, നല്ല ലജ്ജ. ഹറാമ് ചെയ്യാതിരിക്കാനുള്ള ലജ്ജ, അത് ഏറ്റവും മഹത്തായ ലജ്ജയാണ്. അത് ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. സഹാബികൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ കന്യകയായ തന്റെ ഖിദ്റിൽ, ആരും കാണാത്ത സ്ഥലത്ത് വീട്ടിന്റെ ഉള്ളിൽ കഴിയുന്ന കന്യകയായ വിവാഹിതയല്ലാത്ത ഒരു പെണ്ണിനേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാ ഉള്ള വ്യക്തിയായിരുന്നു, ലജ്ജ ഉണ്ടായിരുന്നു. അതുപോലെ വൽ കറം, കറം എന്താണ്? കറം എന്നാൽ ഉദാരത, ദാനശീലം. വശജാഅ, എന്താണ് ഷജാഅ? ധീരത, ധീരനായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്സഫി വൽ ഹിൽം, മാപ്പാക്കി കൊടുക്കുന്ന സഹിക്കുന്ന സ്വഭാവം. വകുല്ലി ഖുലുഖിൻ ജമീൽ, എല്ലാ ഭംഗിയുള്ള ജമീലായ സ്വഭാവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. മകാരിമുൽ അഖ്ലാഖ്, പെരുമാറ്റങ്ങളിൽ ഗുണങ്ങളിൽ ഏറ്റവും മുന്തിയത് എന്താണോ അതെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. സഫ്സാഫ് എന്ന് പറഞ്ഞാൽ നിന്യമായത്, മുറുഅത്തിന് യോജിക്കാത്തത്. എന്താണ് മുറുഅ? മാന്യതക്ക് നിരക്കാത്തത്. അതൊന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നില്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് അവിടുത്തെ ഓരോ സ്വഭാവത്തിലും. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നന്നായി പിൻപറ്റുന്ന ഉമ്മത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.